ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ കൂടെയുള്ള നമ്മുടെ MGയുടെ മൂന്നാമത്തെ വാഹനമായ ഇലക്ട്രിക് കാർ നമ്മുടെ വിൻസർ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വിൻസർ വന്നതിന് ശേഷം വളരെ എല്ലാവർക്കും ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാറ്ററി, റെൻറ്റ് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് ഡൗട്ട് കാര്യങ്ങൾ. അതൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രജിസ് കാക്കാസിലേക്ക് സ്വാഗതം. പിന്നെ ഈ വെഹിക്കിൾ നമുക്ക് CUV വെഹിക്കിൾ എന്നാണ്. CUV വെഹിക്കിൾ എന്ന് വെച്ചാൽ ക്രോസ് ഓവർ യൂട്ടിലിറ്റി എന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ കമ്പനി പറയുന്നത്. അത്യാവശ്യം നല്ലൊരു വലിയൊരു വാഹനം തന്നെയാണ്. ഒരു 4.3 ലെങ്ത് ഉള്ള ഒരു വാഹനം കൂടിയാണ്. നമ്മൾ ക്യാമറയിലും കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം നല്ലൊരു വലിയൊരു വാഹനമാണ്. എർട്ടിഗനേക്കാളും അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. അതുമാത്രമല്ല നല്ല ലക്ഷറി ഇൻറ്റീരിയറും കാര്യങ്ങളാണ്, പ്രീമിയം ലുക്കും കാര്യങ്ങളാണ് നമുക്ക് ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് ലുക്ക് ആണെങ്കിൽ നല്ല കേർവി ആയിട്ടുള്ളൊരു ലുക്ക് കാര്യങ്ങളാണ്. നമുക്ക് പുറം രാജ്യങ്ങൾക്ക് ഈ ഒരു വാഹനത്തിനെ പറയുന്നത് ക്ലൗഡ് എന്നാണ്. നമുക്ക് ഇവിടെ വരുമ്പോഴാണ് നമുക്കൊരു വിൻസർ എന്ന് പറയുന്ന പേര് വരുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു വാഹനം നമ്മുടെ ഈ റോട്ടിലൂടെ പോകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു നോട്ടവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാർ നമുക്ക് ഈ ഒരു വാഹനം നോക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ലുക്കാണ് ഈ ഒരു വാഹനം കാണാൻ തന്നെ. ഇപ്പോൾ ഈ ഒരു ഭാഗം തന്നെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു കേർവ് ആയിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളാണ് വരുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ്, പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു LED DRL നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കാണ് ഇതിൽ കൊടുത്തിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ MGയുടെ ലോഗോ വരുന്നത്. പിന്നെ ഒരു താഴത്തേക്ക് വരുമ്പോൾ നമുക്കൊരു എയർ ഡാം നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഒരു ക്രോം ഫിനിഷിങ്ങുള്ളൊരു സ്കേർട്ടിങ്ങും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 360 ക്യാമറയാണ് ഈ ഒരു ഭാഗത്ത് നമുക്കിതിൽ വരുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. നമുക്ക് കോമറ്റിൽ വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വിൻസറിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്താണ് AC-യും DC-യും ഉണ്ട്. ഫാസ്റ്റ് ചാർജിങ് ആൻഡ് നോർമൽ ചാർജിങ്ങിൻ്റെ 2 പോയിൻ്റാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. സൈഡ് വ്യൂയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു 18 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. നമുക്കിതിൽ 3 വേരിയൻസ് ആണ് വരുന്നത്. എക്സൈറ്റ്, എക്സ്ക്ലൂസീവ്, എസെൻസ് എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് എക്സൈറ്റിൽ വരുമ്പോൾ നമുക്ക് 17 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സൈറ്റിൽ വരുമ്പോൾ നമുക്കൊരു ഒറ്റ ഒരു കളറാണ് വരുന്നത്, വൈറ്റ് മാത്രം. നമുക്ക് പിന്നെ എക്സ്ക്ലൂസീവിൽ വരുമ്പോൾ 2 കളേഴ്സാണ്. എസെൻസിൽ വരുമ്പോൾ നമുക്കൊരു 4 കളേഴ്സ് കാര്യങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ORVയും വരുമ്പോൾ നമുക്ക് ബോഡി കളേർഡ് ആയിട്ടുള്ളൊരു ORVയും ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തൊരു ഇൻഡിക്കേറ്റർ കാണാം. അതുപോലെ തന്നെ ക്യാമറ ഇതിൽ കൊടുത്തിട്ടുണ്ട്, 360 ക്യാമറ. പിന്നെ നമ്മളെപ്പോഴും പുതിയതായിട്ട് കാണുന്ന നമ്മുടെ ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് ഈ കാണുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് 186 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ തന്നെ വീൽ ബേസ് വരുന്നത് 2700 mm ആണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വലിയൊരു വാഹനവും കൂടിയാണ്. നല്ല സ്പേസ് കാര്യങ്ങൾ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിംഗ് ഉള്ളൊരു ഭാഗം കാണാം. അതിന് തൊട്ട് മേളിലായിട്ട് നമുക്കൊരു ക്രോം ഫിനിഷിങ്ങും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു വലിയൊരു വാഹനം തന്നെയാണ്. നമുക്ക് ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബാക്ക് വ്യൂയിലേക്ക് നമുക്ക് പോവാം. ബാക്ക് വ്യൂയിലേക്ക് പോകുമ്പോഴും ഒരു LED ടെയിൽ ലൈറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ലൈറ്റും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു MGയുടെ ലോഗോ വരുന്നുണ്ട്. വിൻസർ എന്ന് പറയുന്നൊരു നല്ല വലുതായിട്ടൊരു ബാഡ്ജിങ് പോലെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഡീഫോഗർ കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഹൈ മൗണ്ടഡ് ലൈറ്റ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ EV എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഒരു സെൻസേഴ്സ് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് 360 ക്യാമറയും വരുന്നുണ്ട്. നമ്മുടെ ബമ്പറിൻ്റെ സൈഡിൽ വരുമ്പോഴും ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷ്, പിയാനോ ഫിനിഷിങ്ങിൻ്റെ മേലായിട്ട് നമുക്കൊരു ക്രോം ഫിനിഷിങ് കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബൂട്ട് സ്പേസ് പോവാം. ഈ കാണുന്നതാണ് നമ്മുടെ ബൂട്ട് സ്പേസ് വരുന്നത്. ശരിക്കും നമുക്ക് എക്സ്ക്ലൂസീവ് എന്നാൽ എക്സെൻസിൽ വരുമ്പോൾ നമുക്കൊരു സബൂഫർ കാര്യങ്ങൾ വരും. ഇതിൽ 575 ലിറ്ററാണ് നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് ബേസ് വേരിയൻറ്റിൽ നമുക്ക് സബൂഫർ കാര്യങ്ങൾ വരാതിരിക്കുമ്പോൾ നമുക്കൊരു 604 ലിറ്റർ നമുക്കൊരു സ്പേസ് കാര്യങ്ങൾ വരുന്നതാണ്. ഒരു 60-40 ആയിട്ട് നമുക്ക് ഈ ഒരു സീറ്റ് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സീറ്റ് നമുക്ക് റിയർ വീൽ സീറ്റ് നമുക്ക് റിക്ലൈനും കൂടി ചെയ്യുന്നതാണ്.
ഇന്റീരിയറിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഡോർ ഹാൻഡിൽ നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. നല്ല അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ ഫിനിഷിംഗ് ഉള്ളൊരു ഡോർ ഹാൻഡിലാണ് വരുന്നത്. നമുക്കിത് അൺലോക്ക് ചെയ്യുന്ന ഒരു ഭാഗം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സബൂഫറിൻ്റെ ഒരു ഗോൾഡൻ തീമാണ് നമുക്കിതിൽ വരുന്നത്. സ്പീക്കറിൻ്റെ ഇവിടെ നമുക്കൊരു സ്പീക്കർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഡാർക്ക് ഒരു ഗോൾഡൻ ലുക്കും കാര്യങ്ങളാണ് ഒരു പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ് ഒക്കെ വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തും ഒരു വുഡൻ ഫിനിഷിങ്ങിലുള്ളൊരു ഭാഗം ഇവിടെയും വരുന്നുണ്ട്. നമുക്കൊരു ബോട്ടിൽ വെക്കാവുന്ന സ്പേസ് കാര്യങ്ങൾ അത്യാവശ്യം ഒരു 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ കാര്യങ്ങൾ നമുക്ക് വെക്കാവുന്ന ഒരു സ്പേസ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ മിൻസറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടന്നിരിക്കുന്ന അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കുള്ളൊരു ഇൻറ്റീരിയർ കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഡാഷ് ആണെങ്കിലും നല്ലൊരു പ്രീമിയം ലുക്ക്, ഒരു വുഡൻ ഫിനിഷിംഗ് ഉള്ള ഒരു ഓവൽ ഷേപ്പുള്ളൊരു ഭാഗം നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന നമ്മുടെ AC വെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്, അതിൽ തന്നെ ഒരു നോബ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കപ്പ് ഹോൾഡർ പോലത്തെ ഒരു ഭാഗം നമുക്കവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് നമുക്കിതിൽ വരുന്നുണ്ട്. അത്യാവശ്യം ചെറിയൊരു സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഗ്ലോ ബോക്സ് കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഇതാണ് മെയിനായിട്ട് പറയേണ്ടത്, ഇൻഫോടൈം സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമുക്ക് വഴിയെ പറയാം, കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ പറയാനുണ്ട്. പിന്നെ നമുക്കൊരു ക്ലൈമറ്റ് കൺട്രോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് കൊടുത്തിട്ടുള്ളത് വളരെ നല്ലതാണ്. നമുക്ക് ഇതിലും കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിൽ ബുദ്ധിമുട്ടായിരിക്കും നമുക്കിങ്ങനെ കൺട്രോൾ ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഭാഗം കൊടുത്തത് വളരെ നല്ലത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്കൊരു AC വെൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഗോൾഡൻ ഫിനിഷിങ്ങിലുള്ളൊരു നോബ് കാര്യങ്ങൾ, അതൊരു പ്രീമിയം ലുക്കാണ് ഇതിൽ കൂടുതൽ വരുന്നത്. പിന്നെ സെൻട്രൽ കൺസോളിലേക്ക് പോകുമ്പോഴും ഇവിടെയും നമുക്കൊരു വുഡൻ ഫിനിഷിങ്ങുള്ളൊരു കേർവി ആയിട്ടുള്ളൊരു ലുക്ക് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സ്പേസ് കാര്യങ്ങൾ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 2 ചാർജിങ് പോയിന്റ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സെൻട്രൽ കൺസോൾ എന്ന് നമുക്ക് പറയുന്നത്. പിന്നെ ഇവിടെയും ഒരു സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോയിന്റ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്, ആംറസ്റ്റിൻ്റെ അവിടെ തന്നെ. പിന്നെ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് ഒരു സംഭവമാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനാണ് പറയേണ്ടത്. നല്ല ലെതർ ഫിനിഷിംഗ് ഉള്ളൊരു ബൾജായിട്ടുള്ളൊരു സീറ്റിംഗ് കാര്യങ്ങളാണ്. നമ്മളൊരു സോഫ സെറ്റിലാക്കി ഇരിക്കുന്ന ഒരു ഫീല് കാര്യങ്ങളാണ് ഈ ഒരു സീറ്റിൽ വരുന്നത്. 2 സീറ്റും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റിംഗ് ആണ് വരുന്നത്. ഇലക്ട്രിക്കലി 6 ടൈപ്പിൽ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റും കാര്യങ്ങളാണ് പിന്നെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡോർ ഹാൻഡിലേക്ക് പോകുമ്പോഴും നമുക്ക് അവിടെയും ഒരു ഗോൾഡൻ ഫിനിഷിങ്ങിലുള്ളൊരു ഡോർ ഹാൻഡിൽ കാര്യങ്ങളാണ് വരുന്നത്. അവിടെ നമുക്കൊരു സബൂഫറിൻ്റെ ഒരു ഭാഗം നമുക്ക് അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. 2 സ്പീക്കേഴ്സാണ് ആ ഒരു ഭാഗം വരുന്നത്. ഒരു ബോട്ടിൽ വെക്കാവുന്ന സ്പേസ് കാര്യങ്ങളും അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ സൺറൂഫാണ് മെയിനായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ സൺറൂഫിൻ്റെ കാര്യം നമ്മൾ പറയുന്നത്. അത്യാവശ്യം നല്ലൊരു വലിയൊരു സൺറൂഫ് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളൊരു എന്താ പറയുക, നമ്മൾ വേറെ ഏതോ നമുക്കൊരു മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ശരിക്കും ഒരു കാറാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു വണ്ടി നമുക്കൊരു ബാക്കിലൊക്കെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റുന്നൊരു വാഹനം കൂടിയാണ് നമ്മുടെ വിൻസർ എന്ന് പറയുന്നൊരു മോഡൽ. ഈ കാണുന്നതാണ് നമ്മുടെ MGയുടെ ഒരു ഇൻഫോടൈം സിസ്റ്റം എന്ന് പറയുന്നത്. വിൻസറിൻ്റെ 15.5 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം എല്ലാ പ്രീമിയം കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ, ഈ ഒരു ഇൻഫോടൈം സിസ്റ്റത്തിൽ നമുക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും 360 ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ക്വാളിറ്റിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു മ്യൂസിക്കാണ് ജിയോ 7, അങ്ങനെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, MG ആപ്പ് സ്റ്റോർ വരുന്നുണ്ട്. പിന്നെ എന്താണ് വേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊരു ബാറ്ററിയുടെ റേഞ്ച് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 90% ചാർജാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് പോകാവുന്നത് 287 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ട് പിന്നെ എടുത്ത് പറയേണ്ട നമ്മുടെ AC-യുടെ സ്വിച്ചസ് കൺട്രോൾസ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ തന്നെ ഈ ഒരു ഇൻഫോടൈം സിസ്റ്റത്തിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം 256 ആംബിയൻസ് ലൈറ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്, കുറച്ച് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഡ്രൈവിംഗ് മോഡ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇക്കോ പ്ലസ്, ഇക്കോ, നോർമൽ, സ്പോർട്സ്, അങ്ങനെ മോഡ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. എന്താ പറയുക, നമ്മളൊരു വേറൊരു ലക്ഷറി ഫീലിലാണ് നമ്മൾ ശരിക്കും ഈ ഒരു വാഹനത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് പോവാം. സ്റ്റിയറിംഗ് വീല് നമ്മുടെ കോമറ്റിൽ ആ ഒരു സെയിം സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു ഇവിടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു ഡാർക്ക് ഗോൾഡ് കളറ് പാറ്റേൺ ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. MGയുടെ ആ ഒരു ലോഗോവും കാര്യങ്ങളിലും വരുമ്പോഴും. അപ്പോൾ നമ്മുടെ ഡ്രൈവ് എന്ന് പറയുന്നത് ഈ ഒരു ലിവറിൽ നമുക്ക് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പിന്നെ നമുക്ക് മുകളിലേക്ക് പാർക്കിംഗ്, പിന്നെ റിവേഴ്സാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല നമ്മുടെ എല്ലാ വ്യൂസും നമുക്കിതിൽ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്.
വോളിയം കൺട്രോൾസിൻ്റെ സ്വിച്ചസ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് കൂടിയാണ്, ഒരു ലെതർ ഫിനിഷിങ് സ്റ്റിയറിംഗ് കാര്യങ്ങളാണ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു സ്റ്റിയറിങ്ങും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇൻഫോടൈം സിസ്റ്റം നമുക്കൊരു 10-ഇഞ്ചിൻ്റെ തന്നെ ഒരു ഇൻഫോടൈം സിസ്റ്റം വരുന്നത്. ഇവിടെയും നമുക്കൊരു റേഞ്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ വിൻസറിൻ്റെ ബാക്ക് സീറ്റിൽ വന്നേക്കുന്നതാണ്. ഇത് ഭയങ്കര ഒരു ലക്ഷറി ഫീലാണ് മെയിനായിട്ട് ഈ ഒരു വാഹനം നമുക്ക് തരുന്നത്. ഒരു ഡ്രൈവർ നമുക്ക് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ക് സീറ്റിൽ നമ്മൾക്ക് ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കര സുന്ദരമായിട്ട് ഉള്ളൊരു വാഹനം കൂടിയാണ്. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റിൽ നമുക്ക് റിക്ലൈൻ ചെയ്യാനും കൂടി സാധിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് അത്യാവശ്യം നമുക്ക് ഇങ്ങനെ കിടന്ന് നല്ല രീതിയിൽ പോകാവുന്നൊരു കൂടിയാണ്. ഒരു AC വെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫോൺ വെക്കാവുന്ന ഒരു സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഒരു ചാർജിങ് പോയിന്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ ഹാൻഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ സെയിം ആ ഒരു തീം കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഗോൾഡൻ ഫിനിഷിങ്ങിലുള്ളൊരു തീം, 2 സ്പീക്കേഴ്സ് കാര്യങ്ങൾ, ഒരു ട്വീറ്ററും അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ആംറസ്റ്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഇവിടെ ഭാഗത്ത് വരുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 6 എയർ ബാഗ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ABS, EBD, ESP, ഹിൽ ഹോൾഡ് അസിസ്റ്റൻറ്റ്, അത്യാവശ്യം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്കൊരു 331 ഇതിൻ്റെ റേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കൊരു മാക്സിമം നമുക്ക് 280 റേഞ്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. നമുക്കൊരു നോർമൽ ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമുക്ക് പിടിക്കണമെങ്കിൽ അത്യാവശ്യം നമുക്ക് റേഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 15,50,000 രൂപയാണ്. അപ്പോൾ നമുക്ക് 3 വേരിയൻസ് നമുക്ക് ഇതിൽ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. എക്സൈറ്റ്, എക്സ്ക്ലൂസീവ്, എസെൻസ് എന്ന് പറയുന്ന 3 വേരിയൻസ് ആണ് വരുന്നത്. നമുക്ക് ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റിലാണ് ഒരു 15,50,000 രൂപ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. നമുക്ക് ഈ ഒരു വാഹനം തന്നത് നമ്മുടെ ഫോർച്യൂൺ മലയാളം MG മോട്ടോഴ്സ് ആണ് നമുക്ക് ഈ ഒരു വാഹനം തന്നിട്ടുള്ളത്. അപ്പോൾ ഞാനതിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. മെയിനായിട്ട് നമുക്ക് എടുത്ത് എപ്പോഴും പറയുന്ന സംഭവം നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ ഈ ഒരു വാഹനം കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിനെ പറ്റി നമുക്ക് ഇന്ന് പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.